ഇടുക്കി മാങ്കുളത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. മദ്യപിച്ചെത്തിയ സംഘമാണ് സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിച്ചത്. എറണാകുളം ചേറായിയിൽ നിന്നെത്തിയവർക്ക് നേരെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്? സ്മൃതി, ഈ 14-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ചേറായിയിൽ നിന്നെത്തിയ ഒരു സംഘമാണ്. നിതീഷും കുടുംബാംഗങ്ങളുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ആനക്കുളത്ത് പോയി സന്ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. ചെക്ക് ഡാം ഭാഗത്തെത്തിയപ്പോൾ ഈ മദ്യപ സംഘത്തിന്റെ വാഹനം ഇവരുടെ വാഹനത്തിന് നേരെ ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നിലധികം തവണ ഇത്തരത്തിൽ വാഹനം ഇടിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ളായ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഇത് ചോദ്യം ചെയ്യുകയും ഇതിൽ ഈ മദ്യപ സംഘം പ്രകോപിതരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അസഭ്യ വർഷമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കല്ലെടുത്ത് എറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഈ മദ്യപ സംഘത്തെ ശാന്തരാക്കി മടക്കി അയക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെയൊന്നും ഇവർ വഴങ്ങാതിരിക്കുകയും അതോടൊപ്പം തന്നെ മദ്യം അവിടെ നിന്ന് പൊതു മദ്യത്തിൽ നിന്നുകൊണ്ട് മദ്യം കഴിക്കുകയും വീണ്ടും അസഭ്യ വർഷം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവരെ പോകാൻ അനുവദിക്കാത്ത ഒരു സ്ഥിതി, നാട്ടുകാർ ഇടപെട്ടിട്ടും പോകാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവർ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെയാണ് മാങ്കുളത്തുണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരെത്തുകയും പിന്നീട് ഇവർ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം 6ഓളം പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. സ്ത്രീകളായിരുന്നു ബാക്കിയുള്ളവരെല്ലാം തന്നെ. ആ ഒരു മാനുഷികമായ പരിഗണന പോലും നൽകാത്ത തരത്തിലാണ് വളരെ മോശമായി പൊതുജന മധ്യത്തിൽ നിർത്തി ഇത്തരത്തിലുള്ള ആക്രോശങ്ങളും ഒപ്പം തന്നെ അസഭ്യവർഷവും നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു പ്രദേശമാണ് മാങ്കുളം എന്ന് പറയുന്നത്. ആ മാങ്കുളത്തേക്ക് നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള മദ്യപ സംഘങ്ങളുടെ ആക്രമണങ്ങളും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസഭ്യവർഷങ്ങളും അത് വിനോദസഞ്ചാര മേഖലയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന പരാതികളടക്കം ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇവർ നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടി ഇല്ലെങ്കിൽ പോലീസ് അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഇവർക്ക് പോകാൻ കഴിഞ്ഞത്. അതിനുശേഷവും ഈ മദ്യപ സംഘം ഇവരെ പിന്തുടർന്നെത്തിയ സാഹചര്യം ഉണ്ടായി എന്ന് ഇവർ പറയുന്നു. വളരെ ഭീതിയോട് കൂടിയാണ് ആ ഒരു വിനോദസഞ്ചാരത്തിനെത്തിയവർ മടങ്ങേണ്ടി വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവിടെ നിലനിൽക്കേണ്ടി വന്നിരിക്കുന്നത്. പോലീസിന്റെ ഒരു ഇടപെടൽ, അവിടെ ഒരു എയ്ഡ് പോസ്റ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഉള്ളത്, ഒരു എയ്ഡ് പോസ്റ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ മൂന്നാറിൽ നിന്നും പോലീസ് എത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ മദ്യപ സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇവിടെ മാങ്കുളം എന്നല്ല, ഇടുക്കി ജില്ലയുടെ ഏത് പ്രദേശത്താണെങ്കിലും വിനോദസഞ്ചാര മേഖലയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടുത്തെ മനോഹാരിതയും പ്രകൃതി മനോഹാരിതയും തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഇത്തരം എന്തായാലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വിനോദസഞ്ചാര സംഘത്തിന് നേരെയാണ് ഇടുക്കി മാങ്കുളത്ത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മദ്യപിച്ചെത്തിയ സംഘമാണ് ഇവരെ ആക്രമിച്ചത്. എറണാകുളം ചെറായിൽ നിന്നെത്തിയവർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.